ആള് ശരിക്കും ഞാൻ നോക്കുമ്പോഴേ മരണ വീട്ടിലേക്ക് ജുഗൽബന്ദിയുടെ പാന്റൊക്കെ കൂട്ടത്തിലൊരു സിനിമക്കാരന്റെ ലുക്കിൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങള് പണ്ട് സന്തോഷേട്ടന്റെ ഒരു ഷോർട്ട് ഫിലിമിന് എഴുതാൻ വേണ്ടി കണ്ണൂർ പോയി നിന്നു. ഞാനും വേറെ എന്റെ ഒരു ഇപ്പൊ പെണ്ണേഴ്സിന്റെ ഒക്കെ ഡയറക്ടർ ഫെബിൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പോയി. അപ്പൊ സന്തോഷേട്ടനെ അവിടെ പറഞ്ഞു, ഇങ്ങനെ സിനിമയുടെ കഥ എഴുതാനാ പറഞ്ഞാൽ അവിടെ വരണ്ട, നമുക്ക് അവിടെ ഫുഡും പരിപാടിയൊക്കെ ഏൽപ്പിച്ച ആൾക്കാരുടെ അടുത്തൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് ആൾക്കാർ സിനിമക്കാർ വന്നു എന്നുള്ളൊരു വൈബൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. ഒരു ദിവസം വിശാല് ഒരു മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ വിശാല് ബസ് ഇറങ്ങുന്നത് തലയിലൊരു കെട്ടും മറ്റേ ചുക്കൽബന്തി പരിപാടിയും പലാസ പെൻഡിക്കിട്ടിട്ട് ഇവൻ വന്ന് ആൾക്കാർക്ക് ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി സിനിമ. ഇതിലിങ്ങനെ കുറെ പൊതിഞ്ഞു പറയുന്ന ഒരു രസമുള്ള തമാശകളുണ്ട്. അതായത് നമുക്ക് കാന്തല്ലൂര് പോകണം, നമുക്ക് മൂന്നാർ പോകണം, അങ്ങനത്തെ മനുഷ്യരെ കണ്ടിട്ടും കുറേയായി. അതായത് ഒരിക്കലും പറയാൻ പറ്റാത്ത സ്ഥലത്തോട്ട് വിയേർഡ് ആയിട്ടുള്ള അഡൽട്ട് ജോക്ക് ഒക്കെ പറയണ പോലത്തെ ആളുകള്, അതും റിയൽ ക്യാരക്ടേഴ്സ് ആണോ? അല്ല, ഈ സുനി പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ഒരു പഞ്ചമാണ്. പക്ഷെ ആള് ശേഷം പെശകാണ്. ആളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളതിനകത്ത് പറയുന്നില്ല, പക്ഷെ ആള് ഇച്ചിരി കില്ലാടിയാണ്. കാന്തന്റെ ഒരു റെയ്ഡ് ഉണ്ടാവില്ല. എനിക്ക് അതിനൊക്കെ ഇഷ്ടം ഈ മനുഷ്യൻ അവിടെ റെയ്ഡ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോ നിങ്ങൾ പോയിണ്ടോന്ന് ചോദിക്കുമ്പോ പറയുന്നത് അത് ഞാൻ യാത്ര മാതൃഭൂമി യാത്ര റെയ്ഡ് ഇല്ലാന്നൊന്നും എഴുതൂല. അത് ഫേസ്ബുക്കും ഒരുപാട് സിനിമകളില് പ്രിയനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായിട്ട് പ്രേമലൂല് പോത്തുംകുട്ടിക്ക് മേടിക്കാൻ വേണ്ടി 10,000 രൂപ കടം ചോദിക്കുന്ന അമ്മ, അത് വളരെ റിലേറ്റബിൾ ആയിരുന്നു. ഈ ഇതിലേക്ക് വരുമ്പോഴേ ഇടനാഴിയിലും അടുക്കളയിലും ഒക്കെ എത്തുമ്പോ റിയൽ സെൽഫാണ്. പക്ഷെ എപ്പോഴാണ് ബോഡിയുടെ അവിടെ എത്തുന്നത് അപ്പൊ തൊട്ടേ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലോ. അത് ഈസിലി അങ്ങനെ വരുമായിരുന്നോ? ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ദുഃഖഭാവം പിടിക്കണം? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ, ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോടൊക്കെ ശരിക്കും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അതായത് ശരിക്കും മൊട്ട സ്വഭാവമായിരിക്കും. എന്റെ പേരിൽ സുഭാഷിണി എന്നാ. ഞാൻ ഒരു നല്ല വർത്താനം പോലും പറയണില്ല ശരിക്കും. തീനോട് പരിപ്പോടെ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുന്നല്ലാതെ ബാക്കിയെല്ലാം വെറുതെ ലൗഡായിട്ട് കിടന്ന് ഒച്ചപ്പാടും പോലും കൊടുക്കുന്ന ഭർത്താവിനെ ഇങ്ങനെ ഭയങ്കര ഷാർപ്പ്. ശരിക്കും നല്ല സ്വഭാവം എനിക്ക് സത്യം. അപ്പൊ ഇത് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ്. പിന്നെ ഋഷി ആണെങ്കിലും വിശാലാണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രീഡം തന്നിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി. അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻ പിടുത്തങ്ങളൊന്നും പിടിച്ചിരുന്നില്ല. അത് കുറച്ച് ഈസിയാന്ന് തോന്നി. ഒരു പ്രശ്നം കിട്ടിയ അതിന്റെ മാക്സിമം ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കണം അടുക്കളയുടെ ഉള്ളിൽ, അതൊക്കെ ഇവിടെ നിന്ന് വരുന്ന ഐഡിയ ആണ്. അതെ, അടുക്കള സീനൊക്കെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഡയലോഗ് ഇന്നത് പറയണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആലോചിക്കുമ്പോ നമുക്കറിയാലോ ഇങ്ങനെ ഒരു ചേച്ചി എന്തായിരിക്കും പറയാ എന്നുള്ളത്. ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിംഗ് എല്ലാവർക്കും അറിയാം. നമ്മൾ കഥ പറഞ്ഞ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ കണ്ടുപരിച്ചുള്ളതാണല്ലോ. അപ്പൊ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ലോഡ് കണക്കിന് സജഷൻ വരും. അച്യുതാനന്ദേട്ടനൊക്കെ കിഡിലൻ ഐഡിയകളുണ്ട് പുള്ളി ഇങ്ങനെ വരും. പ്രിയ ചേച്ചി തന്നെ നമ്മൾ സീൻ കുറച്ച് എടുത്തതിന് ശേഷം പറഞ്ഞത്, ഈ ഏതോ ഒരു വീട്ടിൽ മരണം നടന്നിട്ട് അവിടുത്തെ അമ്മാവൻ മരിച്ചെടുക്കുന്ന അമ്മായി കരയുമ്പോ ഈ നിലവിളക്കില്ലേ അത് ചുമരിനോട് ചേർത്താ വെച്ചിരിക്കുന്നത്. അപ്പൊ കരച്ചിലിന്റെ ഒപ്പം ആ വിളക്ക് അവിടെ നിന്ന് മാറ്റി വെക്ക്, ആ ചുമരുമ്പൊക്കെ കരികയെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നത് അവർക്ക് അതൊക്കെയാണ് മെയിൻ പ്രശ്നം. അതൊക്കെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കൂലോ ബോഡി, നമ്മളിത് പെയിന്റ് ചെയ്യണ്ടേ. മകനോട് മറ്റേ അടുപ്പിന്റെ അവിടെ പരിപ്പോടെ ഉണ്ട്, അതെടുത്ത് പോയി കഴിക്കുക എന്നൊക്കെ പറയുന്ന ആ മീറ്ററിൽ തന്നെയാ പറയുന്നത്. നായകനാണ്. ഓസ്ട്രേലിയയിലാണ് വലിയൊരു ജീവിതത്തിന്റെ ഭാഗം ചെലവഴിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ കള്ളനെ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കള്ളനെ അവതരിപ്പിക്കുമ്പോ ഇപ്പത്തെ കള്ളന്മാരനെ അധികം മുണ്ടൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഒരുപാട് മാറി. പണ്ട് നമ്മള് ആണുങ്ങൾ ഇരിക്കുമ്പോ ഇങ്ങനെ ചെയ്യുന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അത് തന്നെ മാറിപ്പോയി. അപ്പൊ ജീവിതമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഒന്നും അല്ലല്ലോ ഇത്. എങ്ങനെയാ ശരിക്കും നാട്ടിൽ കള്ളന്മാരുണ്ടായിരുന്നോ? അതെങ്ങനെയാ ഇതിന്റെ ഒരു ഐഡിയ? ശരിക്കും ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമായിട്ട് തീരെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ട് കഥാപാത്രമായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 1 ലൈൻ ത്രെഡ് ഞാൻ കേട്ടപ്പോൾ, വിശാലിൻ്റെ ഇങ്ങനത്തെ ഒരു കഥ കേട്ടപ്പോൾ വളരെ രസകരമായ ഒരു കഥയാണ് തോന്നി. അപ്പോൾ അതിനകത്ത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയായിരുന്നു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ നായകനാകും എന്നുള്ള സങ്കല്പം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സങ്കല്പം കൊണ്ടാണ് വന്നത്. പക്ഷേ ഞാൻ ഋഷീദിനും അവർക്ക് എൻ്റെ ടീമിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്നു. അതായത് എന്നെക്കൊണ്ട് നിങ്ങൾ അഭിനയിപ്പിക്കാൻ ശ്രമിക്കുക, അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്കൊണ്ട് എടുപ്പിക്കാം. എനിക്കൊരു അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാവാം ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം. പക്ഷെ അങ്ങനെ വന്നിട്ട് ഈ ഒരു കള്ളൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു.
അവർ കള്ളൻ എന്ന് പറയുന്ന കൊച്ചിൻ ഹനീഫ ഒരു കള്ളനായിട്ട് എൻ്റെ മനസ്സിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്റ്റൈലിൽ സംഘടിപ്പിച്ച് എൻ്റെ മനസ്സിൽ ആ ഒരു കഥാപാത്രം സൃഷ്ടിച്ച് വന്നത് ഇവിടെ. ചെറിയൊരു ടൈറ്റായിട്ട് ബനിയനൊക്കെ വാങ്ങിച്ചു, ചെറിയൊരു കുറ്റിമീശൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആ സംഭവമൊക്കെ ആക്കിയിട്ട് ഞാൻ വന്നു. അങ്ങനെ ഫസ്റ്റ് സീൻ എടുത്ത ഉടനെ റഷീദ് ചോദിച്ചു നിങ്ങളെന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കള്ളനല്ലേ. അയ്യോ ഇതിങ്ങനത്തെ കള്ളനല്ല, വളരെ ജീവിക്കാൻ ഗതിയില്ലാതൊരു കള്ളനായ ഒരു കള്ളൻ്റെ കഥയാണ്. അങ്ങനെ റഷീദ് സത്യം പറയാൻ വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ആക്ടിങ് സ്കില്ലിനെക്കാളും കൂടുതൽ റഷീദ് തന്ന ഇൻസ്ട്രക്ഷൻസ് എനിക്കത് കണ്ടിട്ട് ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ഘടന എന്തെന്നാണ് ഇവരുടെ മനസ്സിലുള്ള എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് പിന്നെ ഞാൻ ആ ഒരു കഥാപാത്രമായി മാറാൻ കുറച്ച് സമയം എടുത്തു, കുറേ നേരം എടുത്തു. എന്നാലും കുറച്ച് പതിയെ എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു 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 അറേഞ്ച്മെൻറ്റ് എന്ന് മനസ്സിലായി. എന്തെന്നാണ് സ്റ്റാർട്ട് ടു എൻഡ് ആ കഥാപാത്രം എങ്ങനെ ഉണ്ടാവണം. പിന്നെ ഉണ്ടായ ആ എല്ലാ ദിവസങ്ങളും ആ ഒരു കഥാപാത്രമായി മാറാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു കള്ളനെ കാണിച്ചു കൊടുത്തു. വിഷ്ണു കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു കള്ളനെ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിലേക്ക് ഒരു 40-45 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആ വീട്ടിലത്തെ ചേച്ചി ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക. എടാ ഒരു നിനക്ക് വല്ല ജോലിക്കും പൊക്കൂട്ടറാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിനകത്ത് 10-25,000 രൂപ ഉണ്ടായിരുന്നു പറയുമ്പോൾ ഇയാള് അത്ര നല്ല ചേച്ചി ഇയാൾ ഇങ്ങനെ അയാൾക്ക് ഒരു വിഷമമില്ല ഇത് ചെയ്തതില്. ഭയങ്കര ഇങ്ങനെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി തലയൊക്കെ ചേർന്നിട്ട് അവൻ ഇതും ഒരു കള്ളനാണ്. അയാൾ ഒരു ഭീകര. അയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ തെളിവെടുപ്പ് കഴിഞ്ഞാൽ ചിലപ്പോ അവര് ചായ കൊടുത്തു വിടും. അത്രയും ഡീസെന്റ് ആയിട്ടാണ് അയാളെ പെരുമാറുന്നത്. അപ്പൊ ഞാൻ സന്തോഷം കാണിച്ചു കൊടുത്തു ഇങ്ങനെയുണ്ട് കള്ളൻ എന്ന് പറഞ്ഞിട്ട്. സന്തോഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലിത്തള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തും സന്തോഷേട്ടൻ മുസ്ലിം ക്യാരക്ടറാണ് അത്. അപ്പൊ സന്തോഷേട്ടന്റെ ബെൽറ്റ് ഇട്ടില്ല, പക്ഷെ പുള്ളി മറ്റേ നിസ്കാര ടൈം മേക്കപ്പിന്റെ ആൾക്കാരെ കൊണ്ട് എടിയിപ്പിച്ച്. അപ്പൊ ഞാൻ നിസ്കാര ടൈം അല്ല റഷീദ് ഭായ് മുസ്ലിം ക്യാരക്ടർ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിം അല്ലേ, എനിക്ക് നിസ്കാര ടൈം, ഷിഹാബ് മുസ്ലിം ക്യാരക്ടർ അല്ലേ. അങ്ങനെ ചെയ്യണ്ട, അതല്ലാതെ തന്നെ വന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ സിനിമ കണ്ട് ശീലിച്ചിട്ടേ. അത് ഇവരുടെ ഇന്റർവ്യൂന്റെ കുഴപ്പമാണ്. ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ മുഴുവൻ വഴി തെറ്റിപ്പോകും. ഇവര് ചോദിക്കും നിങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തായിരുന്നു. അപ്പൊ എന്തായാലും മറുപടി പറയേണ്ടത് വെച്ചിട്ട് ഇവര് പറയും ഞങ്ങള് ഈ മുസ്ലിങ്ങളെ മുഴുവൻ ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വാച്ച് ചെയ്ത ആളുകളിൽ പലർക്കും ഈ സാധനം കണ്ടപ്പോൾ ഞങ്ങൾ ഇത് ആദ്യം വെച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ. ലാൽ ജോസിനാണല്ലോ കൈ കിട്ടിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു എൻഡിങ്ങോ സ്റ്റാർട്ടിങ്ങോ ലാൽ ജോസിന്റെ വോയിസ് ഓവറിൽ അങ്ങ് പറയിപ്പിച്ചേക്കാം. ഇല്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് സാധ്യതയല്ല ആയിരുന്നു. സാഹചര്യം ഇല്ലല്ലോ ഇതിലങ്ങനെ ഡയറക്ഷന്റെ സംഭവം ഉണ്ടായില്ലല്ലോ. എന്നാലും ഇപ്പൊ ഈ കള്ളന് നീതീകരിക്കാവുന്ന ഒരു കാരണം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു നറേഷൻ നല്ല സിനിമ അത് വൃത്തികേടാക്കുന്ന. പണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്നായിരുന്നേ. എനിക്ക് എന്ത് ഷോർട്ട് ഫിലിം കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് എന്തെങ്കിലും പറയണോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറഞ്ഞ സംഭവത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവസാനം നമ്മളിത് പറഞ്ഞും കൂടി മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ആ പരിപാടി അങ്ങനെ ഇപ്പൊ ഷോർട്ട് ഫിലിമിന് ഞാൻ അങ്ങനെ വല്ലാണ്ട് ചെയ്യാറില്ല. പണ്ടൊക്കെ നമുക്ക് എപ്പോഴും തോന്നും കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിപാടി അവസാനം ഇട്ട് കൊടുക്കാം എന്ന്. അങ്ങനത്തെ നരേഷൻ പരിപാടിനോട് എന്തോ ഒരു താല്പര്യം അങ്ങനെ വന്നു കയറിയതാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോർട്ട് ഫിലിം ഉണ്ട്. അതിന്റെ അവസാനം തീർന്നു, ഷോർട്ട് ഫിലിം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഒന്നും ഇതിലൊരു മെസ്സേജ് എവിടെ, അപ്പോഴും മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ നായകൻ നടന്നു വന്നിട്ടൊരു കൊക്കക്കോളയുടെ എന്തോ ഒരു കുപ്പി കിടപ്പുണ്ട്, അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഒരു പീപ്പയിലിടും. അതാണ് മെസ്സേജ്.